കശ്മീരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ. അതിൽ അച്ഛൻ റോളായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പട്ടാളക്കാരൻ. മകൻ ഈ തീവ്രവാദികളുടെ മൈൻഡ് ഗെയിമിൽ ചെന്ന് പെടുന്നു. ഇവർ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പോരാട്ടം. പിന്നെ ക്ലൈമാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മിഷൻ കശ്മീറാണ്. മിഷൻ കശ്മീർ 2000-ൽ ഇറങ്ങിയപ്പോൾ അതൊരു പുതുമയുള്ള സിനിമയായിരുന്നു. ഹൃത്തിക് റോഷൻ്റെ തരംഗമായിരുന്നു അന്നേരം. പുള്ളിയുടെ മൂന്നാമത്തെ സിനിമയെന്ന് തോന്നുന്നു. ഫിസ കഴിഞ്ഞ് റിലീസായ സിനിമയെന്ന് തോന്നുന്നു. അവിടെ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു. അപ്പോൾ 2000-ൽ ആക്ച്വലി ആ പടം ഒരു പുതുമയായിരുന്നു. പക്ഷേ 25 വർഷങ്ങൾ കഴിഞ്ഞു ആ പടം കഴിഞ്ഞിട്ട്. എന്നിട്ടും അതേ ടോണിൽ തന്നെയുള്ളൊരു പടം വീണ്ടും ഇറങ്ങും. എന്താണോ അതാണ് സർസമീൻ. ഈ സിനിമയുടെ തുടക്കത്തിലെ 30 മിനിറ്റ് എന്ന് പറയുന്നത് അസഹനീയമാണ്. അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലാക്ക് ഓഫ് ഒറിജിനാലിറ്റിയാണ്. അതായത് ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മിലിറ്ററി ഓഫീസറാണ്. പക്ഷേ ഈ സിനിമയിൽ വരുന്ന സെറ്റ്, അതിന് കൂടെ അഭിനയിക്കുന്ന ആളുകൾ, മൊത്തത്തിലുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, മിലിറ്ററി സെറ്റപ്പ് തന്നെ കാണുമ്പോൾ നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ല. ഇത് മിലിറ്ററി അല്ല, ഇതൊരു തട്ടുകട മിലിറ്ററി അങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ആ ഒരു തോന്നലാണ് സിനിമ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ പൃഥ്വിയും കജോളിൻ്റെയും സീരിയൽ ലെവലിലുള്ള ഈ ഡയലോഗ്സ് ഒരുപാട് വരുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴേക്കും നമുക്ക് ഈ സിനിമയോട് തീരെ കണക്റ്റ് ആവുന്നില്ല. പിന്നീട് ഇബ്രാഹിം വരുന്നവരോടാണ് പടത്തിന് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രഡിക്റ്റബിൾ ഫ്ലോയിൽ പോകുന്ന മെലോഡ്രാമ കാരണം അപ്പോഴും നമുക്ക് ഈ പടത്തിനോട് യാതൊരുവിധ കണക്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് ഈ സിനിമയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഈ പടത്തിലൊരു സംഭവം നടക്കുന്നത്. അതൊരു ഷോക്ക് വാല്യൂ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് വാല്യൂ വരാനുള്ള കാരണം അത് വളരെ മടുപ്പിക്കുന്ന രീതിയിലുള്ള മെലോഡ്രാമ, സീരിയൽ ലെവലിലുള്ള കറക്റ്റ് ഒരു സീരിയൽ എങ്ങനെയാണോ അതുപോലെയുള്ള ഡയലോഗ്സും കാര്യങ്ങളുമാണ് ഈ പടത്തിൽ വരുന്നത്. നമുക്ക് ഈ പടത്തിനോട് താല്പര്യമില്ല. ഈ പടത്തിൽ ഇനി ഈ കഥാഗതി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എൻഗേജിങ് ആയിട്ട് വെക്കുമ്പോഴാണ് ഒരു സിനിമയെ കുറിച്ച് നമ്മുടെ മനസ്സെങ്കിലും ചിന്തിക്കുള്ളൂ. മനസ്സ് മടുത്ത് ഇങ്ങനെ സിനിമ കാണുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് വാല്യൂ വരുന്ന രീതിയിലുള്ള ഒരു സീൻ വരുന്നുണ്ട്. പക്ഷേ ആ സീൻ തന്നെയാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രധാന പ്രശ്നവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് എത്രത്തോളം ഒറിജിനാലിറ്റി ഇല്ലയോ അതുപോലെയാണ് തീവ്രവാദികളും കാണിക്കുന്നത്. തീവ്രവാദികൾ ഒറിജിനാലിറ്റി എന്നല്ല, നമ്മൾ തീവ്രവാദികളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അവർ ഒറിജിനലാണോ ഇല്ലയോ എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലൊരു മണ്ടൻ പൊട്ടൻ ഈ തീവ്രവാദികളെ നമുക്ക് വേറെ സിനിമയിലൊന്നും കാണാൻ പറ്റില്ല. ഓഫ് കോഴ്സ് കുറേ തമിഴ് തെലുങ്ക് പടങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു സീരിയസ് ടോണിൽ, അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സ്കൂഫായിട്ടുള്ള ഒരു മസാല പടമൊന്നുമല്ല. ഇതൊരു സീരിയലാണ്. സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ ഈ സിനിമയെ. അപ്പോഴേ നമുക്ക് സിനിമ എന്നുള്ള പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഫണ്ണി ആയിട്ടുള്ള, ഒട്ടും ലോജിക്കലി ഒട്ടും പ്ലീസിങ് അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ളൊരു സീൻസൊക്കെ തീവ്രവാദികളെ കൊണ്ട് വെക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ലൈമാക്സ് കാര്യങ്ങൾ ഇതെല്ലാം കൂടി വന്ന് ഈ പടം ഒരു കണക്കിന് അങ്ങ് അവസാനിക്കുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു നാടകം ലെവൽ പടങ്ങളൊക്കെ പൃഥ്വിരാജിന് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇതിനകത്ത് ആ ഒരു അറിയാം കുറച്ച് രീതിയിലൊക്കെ ആർട്ടിഫിഷ്യലാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അഭിനയം എന്ന് പറയുമ്പോൾ നമുക്കത് ഓക്കെ ആ ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. ഇതങ്ങനെയല്ല, പുള്ളി ജസ്റ്റ് ഒരു ബലം പിടിച്ചുള്ള ഒരു അഭിനയവും കാര്യങ്ങളാണ്. കജോളുടെ കാര്യം പറയണ്ട, കജോൾ സീരിയൽ ആ ലെവലിൽ നിൽക്കുന്നത്. ഇബ്രാഹിം കാണാൻ ഡിറ്റോ സൈഫ് അലി ഖാൻ തന്നെയാണ്. പഴയ പടങ്ങളിലെ കണ്ട ആ ഒരു സൈഫ് ഖാൻ എങ്ങനെയാണോ അത് തന്നെ, ഒരു വ്യത്യാസമില്ല. പുള്ളി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടാമത്തെ പടമാണ്. രണ്ടാമത്തെ പടത്തിൽ അത്യാവശ്യം കുറച്ച് വെയിറ്റേജ് ഉള്ള റോളാണ്. പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വന്ന പടങ്ങൾ, ആദ്യത്തെ പടമാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ, ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ, രണ്ടും വലിയ ഇമ്പ്രസീവ് ആയിട്ടുള്ള പടങ്ങളല്ല. പക്ഷേ പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയലാണ്. നല്ലൊരു രീതിയിൽ കയറി വരും. പുള്ളി ടാലൻ്റ് ഉള്ള ആളാണ്. ആദ്യത്തെ 2 പടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീരെ മോശം എന്നുള്ള ലെവലിലൊന്നും അല്ല പുള്ളി പെർഫോം ചെയ്യുന്നത്. പിന്നെ ബൊമ്മൻ ഇറാനി ഉണ്ട്. അതൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് പുള്ളിയുടെ. പുള്ളി സംസാരിക്കുന്നതിലാണ് പടം തുടങ്ങുന്നത്. പുള്ളി 1-2 സീനിൽ വന്ന് പോകുന്നു. പിന്നെ വില്ലന്മാർ അവരൊക്കെ കോമഡിയാണ്. അതേക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ എന്തോ ഉണ്ട് പടം. 2.25 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ പണിയൊന്നുമില്ല, നമ്മളാകെ പെട്ടിരിക്കുന്നതാണ് എന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ പടം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ശോകമാണ്.